ജലജീവൻ മിഷൻ വഴി സംസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി വി.എൻ. വാസവൻ. അതിന് കഴിയാത്ത പ്രദേശങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി കുടിവെള്ളം ലഭ്യമാക്കും. കോതമംഗലം കരിങ്ങഴയിൽ മുനിസിപ്പാലിറ്റി നടപ്പാക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. 500ഓളം വീടുകൾക്ക് പ്രയോജനം ലഭിക്കുന്നതാണ് പദ്ധതി. ജലജീവൻ മിഷനുമായി ബന്ധപ്പെടുത്തി സംസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിലും ചില പ്രദേശങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കാനാണ് തീരുമാനമെന്ന് മന്ത്രി വി.എൻ. വാസവൻ വ്യക്തമാക്കി. കോതമംഗലം കരിങ്ങഴയിലെ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി സംസ്ഥാന ഗവൺമെൻറ് ദാഹജല പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തി വരികയാണ്. കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നൊരു ഘട്ടത്തിൽ ചില പ്രദേശങ്ങളിൽ ആ പദ്ധതി തുടക്കം കുറിക്കാൻ താമസിച്ചിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ അത് എത്തിക്കുന്നതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അത്തരം പ്രദേശങ്ങളിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ പ്രത്യേകമായ പദ്ധതി തയ്യാറാക്കി അത് ഡ്രിങ്കിംഗ് വാട്ടർ സ്കീം 2-3 വാർഡുകളെ യോജിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കുടിവെള്ള പദ്ധതികൾക്ക് രൂപം നൽകി. അതിൻ്റെ ഭാഗമാണ് കോതമംഗലം നഗരസഭയുടെ 3-4 വാർഡുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള കരിങ്ങഴ കുടിവെള്ള പദ്ധതി സമാരംഭിക്കാൻ തീരുമാനിക്കുകയും അമൃത പദ്ധതിയിൽപ്പെടുത്തി അതിന് ഫണ്ട് വയ്ക്കുകയും അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ സമാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്തെ മുഴുവൻ വീടുകളിലും എല്ലാവർക്കും ദാഹജലം ലഭ്യമാകുന്ന രൂപത്തിൽ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിയിലെ 3-4 വാർഡുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന വിധത്തിൽ 1.5 കോടി രൂപ ചെലവഴിച്ചാണ് കരിങ്ങഴ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നത്. 500ഓളം വീടുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണിത്. ചടങ്ങിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. സിന്ധു ഗണേശൻ, കെ എ നൌഷാദ്, കെ വി തോമസ്, എ ജി ജോർജ്, എൽദോസ് പോൾ, സിബി സ്കറിയ, സിജോ വർഗീസ്, വി ജിനു, ടി എ ഷെമീന, അമ്പിളി ശശാങ്കൻ, ബിജി എൽദോസ്, സ്മിത മണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. GTV ന്യൂസ്, കോതമംഗലം.